ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത് PG ഇലക്ട്രോപ്ലാസ്റ്റ് എന്നൊരു കമ്പനിയെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. ഇതൊരു റെക്കമെൻഡഡ് വീഡിയോ ആണ്. അനിൽ കുമാർ എന്നൊരാളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കും ഏതെങ്കിലും കമ്പനിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ കമ്പനിയുടെ പേര് മെൻഷൻ ചെയ്യുക. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ 4 സ്റ്റെപ്പിലായിരിക്കും തീരുമാനിക്കുന്നത്. വെറും 4 സ്റ്റെപ്പ് എന്ന് വെച്ചാൽ 4 വെബ്സൈറ്റിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ടാണ് നമ്മൾ ഒരു കമ്പനി സെലക്ട് ചെയ്യുന്നത്. കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. ഇത് ബിഗിനേഴ്സിനുള്ളതാണ്, പ്രോ ലെവലിലുള്ള ആളുകൾക്കുള്ള വീഡിയോ അല്ല. എങ്ങനെ സിമ്പിളായിട്ട് ഒരു കമ്പനി തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു ചാനലാണ് നമ്മളത്. എല്ലാ വീഡിയോയും അങ്ങനെ ആയിരിക്കും. PG ഇലക്ട്രോപ്ലാസ്റ്റിൻ്റെ ഒരു ഫ്രണ്ട് പേജാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് സ്ക്രീനർ വെബ്സൈറ്റിനകത്ത്. ഇതിൽ കമ്പനി എന്ത് കമ്പനിയാണെന്ന് നമുക്ക് ആദ്യം അറിയണം അല്ലേ. ഈ ഒരു വെബ്സൈറ്റിനകത്ത് എബൌട്ട് എന്ന സെക്ഷനുണ്ട്. ഈ ഭാഗം നമ്മൾ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കമ്പനി എന്താണ്, എന്ത് പ്രൊഡക്റ്റാണ് കമ്പനി ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം. ഒറിജിനൽ ഡിസൈൻ മാനുഫാക്ചറിങ്, ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് ആൻഡ് പ്ലാസ്റ്റിക് ഇഞ്ചക്ഷൻ മോൾഡിംഗ്, കാറ്ററിംഗ് ടു 50+ ലീഡിംഗ് ഇന്ത്യൻ ആൻഡ് ഗ്ലോബൽ ബ്രാൻഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ODM OEM എന്നൊന്നും നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്, വാഷിംഗ് മെഷീൻ ODM മോഡൽ എന്ന്. അപ്പോൾ ഇവിടെ വന്നത് എ വാഷിംഗ് മെഷീൻ ഡിസൈൻഡ് ആൻഡ് മാനുഫാക്ചർഡ് ബൈ വൺ കമ്പനി ബട്ട് ബ്രാൻഡഡ് ആൻഡ് സോൾഡ് ബൈ അനദർ. ആ കമ്പനി വാഷിംഗ് മെഷീൻ ഉണ്ടാക്കുകയും എന്നാൽ വേറൊരു കമ്പനി ബ്രാൻഡിങ് കൊടുക്കുകയും സെല്ല് ചെയ്യുകയും വേറൊരു കമ്പനി ആയിരിക്കും. അപ്പോൾ അതാണ് ODM. ഇനി അതുപോലെ OEM എന്ന് ഞാൻ ഇവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് അത് തന്നെയാണ് പറയുന്നത്. വാഷിംഗ് മെഷീൻ ഉണ്ടാക്കുന്നത് PG ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന കമ്പനി. അവർ മറ്റുള്ള കമ്പനികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് വാഷിംഗ് മെഷീൻ. അത് ഏതെല്ലാം ബ്രാൻഡുകളാണെന്ന് ഇവിടെ ഞാനിപ്പോൾ വായിച്ചു. ഇതാ LG ഇലക്ട്രോണിക്സ്, കാരിയർ, ജാഗ്വർ, കോലർ, വേൾപൂൾ, ഗോദ്രേജ്, അങ്ങനെ ഒരുപാട് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇവർ വാഷിംഗ് മെഷീനും എയർ കണ്ടീഷനുകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഇലക്ട്രോണിക്സ് അടക്കം ഒരുപാട് സാധനങ്ങൾ ഇവർ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ടാവും. മിക്സർ ഗ്രൈൻഡർ ഉണ്ടാവാം, ചിലപ്പോൾ മിക്സി ഉണ്ടാവാം, ഏകദേശം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവാം. കമ്പനിയെ പറ്റി നമുക്കൊരു ഐഡിയ ഇതിൽ നിന്ന് കിട്ടി. ഇനി കമ്പനിയിലെ ഫൈനാൻഷ്യൽസിലേക്ക് നമുക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് സ്ക്രീനറിനകത്ത് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നൊരു ഭാഗം നമുക്ക് കാണാം. ഇവിടെ സെയിൽസ് എന്നൊരു ടാബ് കാണുന്നില്ല നിങ്ങൾ? ഇവിടെ ഓരോ വർഷത്തെയും പ്രോഫിറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. 2011 424 കോടിയും, 2012 222 കോടി, 2013 303. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു പ്രോഫിറ്റാണ് ഈ കമ്പനി ഓരോ വർഷവും കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് 5053 കോടി പ്രോഫിറ്റിലാണ്. അതായത് ഓരോ വർഷവും കമ്പനിയുടെ പ്രോഫിറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നത് നല്ലൊരു സൈനാണ്. അതുപോലെ താഴെ EPS നോക്കുമ്പോൾ -53, 30, 59, 1, 3, 5, 10, 9. ഇതും ഒരു നിശ്ചിത അളവിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു. മൈനസിലായിരുന്നു 2012-ലും 2011-ലും. എന്നാൽ ഇപ്പോൾ അത് നിൽക്കുന്നത് 9.63-ലാണ്. കഴിഞ്ഞ മാസങ്ങളിൽ മാർച്ച് 2025-ൽ 10.17 ഉണ്ടെങ്കിലും ഇപ്പോൾ അത് 9.63 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേറൊരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗമുണ്ടല്ലോ, ഫൈനാൻഷ്യൽ ഇയർ 2025 എന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ റിപ്പോർട്ട് ഓപ്പൺ ആയി വരും. ഇത് 320 പേജോളം ഉള്ളൊരു ആനുവൽ റിപ്പോർട്ടാണ്. ഇത് മുഴുവൻ നമുക്ക് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞാൽ സമയമുള്ളവർ അത് വായിച്ചു നോക്കുക. എനിക്കത് ഭയങ്കര മടിയാണ് വായിച്ചു നോക്കാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ChatGPT, ഇപ്പോൾ നമ്മൾ ChatGPTയിലാണുള്ളത്. ChatGPTയിൽ കുറച്ച് പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, ആനുവൽ റിപ്പോർട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ChatGPT തന്നെ ആനുവൽ റിപ്പോർട്ട് അനലൈസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും. ChatGPTയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഷോർട്ടാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് നമുക്ക് കണ്ടുപിടിച്ച് തരാണ് ChatGPT ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് ഓവർവ്യൂ നമ്മൾ നേരത്തെ വായിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ റവന്യൂ മോഡൽ, റൂം AC, വാഷിംഗ് മെഷീൻ, എയർ കൂളർ, ഇതെല്ലാം ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റുള്ള സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ കാണാൻ പറ്റും. ഇനി കമ്പനിയിലെ ആനുവൽ റിപ്പോർട്ടിലും അല്ലാതെ മറ്റുള്ള പുറത്തുനിന്നുള്ള എന്തെങ്കിലും ന്യൂസ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഇവിടെ അതിനുള്ള പ്രോംപ്റ്റും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ടിപ്പാണ്, സമയമുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി രണ്ടാമത്തെ വെബ്സൈറ്റ് എന്താണെന്ന് വെച്ചാൽ സ്ക്രീനർ പോലെ തന്നെ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്, ടിക്കർ ബൈ ഫിനോളജി. ഇതിനകത്ത് PG ഇലക്ട്രോപ്ലാസ്റ്റിനെ കുറിച്ച് മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. 16,000 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. ആ കമ്പനിക്ക് 34 കോടി മാത്രമേ കടമുള്ളൂ. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം കടങ്ങളില്ലാത്ത കമ്പനി, നമുക്ക് കടങ്ങൾ 34 കോടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കടമാണ്. ഇത്രയും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്.
പിന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് 8.52%, പ്രൊമോട്ടർ ഹോൾഡിംഗ് 43% ഉണ്ട്. അതുപോലെ ക്യാഷ് ബാലൻസ് 810 കോടി ക്യാഷ് ബാലൻസ് അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇത് നല്ലൊരു ഡിവിഡൻഡ് തരുന്നൊരു കമ്പനിയല്ല. ഡിവിഡൻറ്റിന് വേണ്ടിയിട്ട് വാങ്ങുന്നവർ ഇത് വാങ്ങാതിരിക്കുക. 0.04% ഡിവിഡൻഡ് മാത്രമേ തരുന്നുള്ളൂ. അതൊരു പ്രശ്നമല്ല. ഡിവിഡൻഡ് തരാത്ത കമ്പനിയാണെന്ന് വെച്ച് നമ്മളത് വാങ്ങാത്തതിൽ അർത്ഥമില്ല. നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ അപ്രിസിയേഷനാണ്. ഇനി അടുത്തത് നോക്കാനുള്ളത് പ്രൊമോട്ടേഴ്സിൻ്റെ ലിസ്റ്റാണ്. 2024 53% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്ത ഈ കമ്പനി പിന്നെ ഇങ്ങോട്ട് കുറഞ്ഞാണ് വന്നത്. ഇപ്പോൾ ഇത് 2025 43% മാത്രം പ്രൊമോട്ടേഴ്സേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. പബ്ലിക് 25% ഹോൾഡ് ചെയ്യുന്നു. പിന്നെ DII ഡൊമസ്റ്റിക് ബാങ്കുകൾ, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം 18%, പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം 13% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു വെബ്സൈറ്റാണ് ഫൺ ഡേറ്റ. നമ്മൾ സാധാരണ നോക്കാറുള്ള വെബ്സൈറ്റാണ്. ഇതിനകത്തും നമുക്ക് നല്ലൊരു സൈനാണ് കാണുന്നത് ഈ കമ്പനിയെ പറ്റിയിട്ട്. ഇതിൻ്റെ ഫൈനാൻഷ്യൽസും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് പിക്ക് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരുന്നൊരു ഗ്രാഫാണ്. അപ്പോൾ ഇതിലെല്ലാം ഗ്രീനാണ് കാണുന്നത്. സാധാരണ നല്ല കമ്പനി അല്ലെങ്കിൽ ഇതിൽ റെഡ് കാണിക്കും. അപ്പോൾ ഈ കമ്പനി നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇത് എവിടെ വാങ്ങണം, ഏത് സമയത്ത് വാങ്ങണം എന്ന് നമ്മൾ നോക്കുന്നത് ട്രേഡിംഗ് വ്യൂ എന്ന വെബ്സൈറ്റ് വെച്ചിട്ടാണ്. ഇത് അവസാനത്തെ സ്റ്റെപ്പാണ്. ഇതിലാണ് നമ്മൾ തീരുമാനിക്കുക എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണമെന്ന്. PG ഇലക്ട്രോപ്ലാസ്റ്റിൻ്റെ ട്രേഡിംഗ് വ്യൂ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇത് മന്ത്ലി ചാർട്ടാണ്. ഇത് ഞാൻ വീക്ക്ലി ചാർട്ടിലേക്ക് മാറ്റിയിട്ട് ഞാൻ കുറച്ച് ട്രെൻഡ് ലൈനുകൾ വരയ്ക്കും. ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ലൈനിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ പ്രൈസ് പോകുന്നത്. ഇവിടെ ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇത് സപ്പോർട്ടാണ്. ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ഈ നല്ലൊരു കമ്പനി താഴെ മാത്രമല്ല നിൽക്കുക, അത് മുകളിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഈ ലൈന് വരെ എന്തായാലും പോകും. ഇതൊരു റെസിസ്റ്റൻസ് ആണ്, കണ്ടില്ലേ? ഈ ഭാഗത്ത് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതൊരു റെസിസ്റ്റൻസ് ആണ്, ഇവിടെ വരെ എന്തായാലും പോകും. അവിടെ എത്തിയതിന് ശേഷം മാത്രമേ ഇത് താഴത്തേക്ക് ഇറങ്ങുകയുള്ളൂ. നമുക്ക് ഏകദേശം ഇത് ഇവിടെ നിന്ന് ഇവിടെ വന്നതിന് ശേഷം ഇത് വീണ്ടും താഴേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും ഈ ഒരു യെല്ലോ ലൈനിൻ്റെ അകത്തേക്ക് കയറും. ഇതിൽ കാണുന്ന യെല്ലോ ലൈൻ ഉണ്ടല്ലോ, ഇങ്ങനെ ചെരിഞ്ഞു പോകുന്ന, അതിനകത്തൂടെയാണ് ഈ പ്രൈസ് മൂവ് ആവുന്നത്. ആ പ്രൈസിൽ നിന്ന് ഇത് മുകളിലോട്ട് വരും. ഇനി താഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഇവിടെ വരെ ഇത് ഇറങ്ങിയതിന് ശേഷം എന്തായാലും മുകളിലോട്ട് വരും. കാരണം അത്രയും നല്ലൊരു കമ്പനിയാണ്. ഇതൊരു റെസിസ്റ്റൻസ് ആണല്ലോ. ഇവിടെ തട്ടിയതിന് ശേഷം ഇത് താഴേക്ക് ഇറങ്ങി ഇത് വീണ്ടും മുകളിലോട്ട് പോകും. എങ്ങനെ പോയാലും ലോങ് ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ ആ യെല്ലോ ലൈനിലേക്ക് ഇത് ടച്ച് ചെയ്യും. ഇവിടെ ആദ്യം ടച്ച് ചെയ്യും, അവിടെ ഒരു റീട്രേസ്മെൻറ്റ് ഉണ്ടാവും, ഇവിടെ വരെ വരും, വീണ്ടും ഇതിൽ മുകളിലോട്ട് പോകും. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര പ്രോഫിറ്റാണ്? 200% പ്രോഫിറ്റാണ്. അത്രയും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് വിൽക്കാം. 77% പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്കിത് സെല് ചെയ്യാം. ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ കമ്പനി ബൈ ചെയ്യുന്നതെല്ലാം സ്വന്തം റിസ്കിൽ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കമ്പനിയെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഞാനത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.